ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. അപ്പോ ഇന്നത്തെ നമ്മളിപ്പോ ഇൻട്രോ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇത് കഴിയുമ്പോ നിങ്ങൾ വിചാരിക്കും അവരവിടെ അവരിവിടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇതിന്റെ ഞങ്ങൾ ഈ ഇൻട്രോ എടുക്കുന്നതിന് പിന്നിൽ കുറെ കഥകളുണ്ട്. അത് നിങ്ങൾ വഴിയെ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ ഇത് വേറെ ഡ്രസ്, ജിമ്മിൽ തന്നെ ഇട്ട ഡ്രസ്, പക്ഷെ ഞാൻ വന്നപ്പോ കേറിയപ്പോ വേറെ ഡ്രസ്, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്ന ഒരു ഇൻട്രോ ആണ്. ബിക്കോസ് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോ നമുക്ക് ആ പരിപാടിയിലേക്ക് അങ്ങോട്ട് പോയാലോ? എന്താ ഡീകാത്തലോൺ ഇവന്റ് ആണോ അത്? എന്താ സംഭവം? ചേട്ടാ നീ എത്ര നേരം നിൽക്കും പ്ലാങ്ക്? ഡീകാത്തലോൺ ഇവന്റ് വന്നേക്കാൻ നമ്മുടെ ജിമ്മില് ഡീകാത്തലോൺ ടീമാണത്. നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും ഉണ്ട്. വിഷ്ണു ചേട്ടൻ, അൻഷാദ്, വസീം, അനീസ്, നമ്മുടെ ജിമ്മിന്റെ ഓണർ. പിന്നെ ആദ്യം ഇപ്പൊ ലേഡീസിന്റെ സെക്ഷൻ, പിന്നെ അവരും ഉണ്ട്, കാശിയുണ്ട്. ആദ്യം ലേഡീസ് സെക്ഷൻ, അത് ഇപ്പൊ പ്ലാങ്കിന്റെ സെക്ഷൻ ഇപ്പൊ തുടങ്ങാൻ പോണ. അത് ഫസ്റ്റ് തന്നെ മധുവിനെ വിളിച്ചിട്ടുണ്ട്. ഫുൾ ജിമ്മിൽ ആൾക്കാരുടെ ഉണ്ട്. ടൈം ആവണുള്ളൂ, എല്ലാരും വന്നോണ്ടിരിക്കണുള്ളൂ. ഡിക്കാത്തരണ്ട ആൾക്കാർ, അതൊക്കെ ഡിക്കാത്തരണ്ട ആളാ. ലേഡീസിന്റെ പ്ലാങ്ക് ആണ്. ലേഡീസ് എല്ലാം ലൈനായിട്ട് നിന്നിട്ടുണ്ട്. ലേഡീസ് എല്ലാം ലൈനായിട്ട് നിന്നിട്ടുണ്ട്. അത് ടെൻഷനാണോ നിനക്ക് മാറ്റ് വേണ്ടേ? അതെന്താ എല്ലാരും മാറ്റ് ഇട്ട് ചെയ്യുമ്പോ ഇവിടെ ഓരോരോ ആള് മാത്രം മാറ്റ് വേണ്ടെന്ന്, ഹൈലി കോൺഫിഡൻസ്. അവരുടെ റൂൾസ് പറയുന്നതാണ്. ഓ, നമ്മുടെ ട്രെയിൻ ഓൺ ഫയർ. പിന്നല്ല ചെറുത് എല്ലാരും വന്ന് നിക്കണ്ട്. എല്ലാരും പ്ലാങ്ക് പൊസിഷനിലേക്ക് വന്നു. മധു പ്ലാങ്ക് സ്റ്റാർട്ടായുണ്ട്. എല്ലാരും കട്ടയ്ക്ക് വിട്ടിട്ടുണ്ട്. 1 മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞു. 1 മിനിറ്റ് 30 സെക്കൻഡോളായി. ഇന്നലെ ഷെയ്ക്കറിന് കിട്ടുള്ളൂ. വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നുള്ളൂ. അത് ഞാൻ അറിഞ്ഞില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ക്കർ ഇവന് കൊടുക്കുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. മധുവിന് ആള് മുട്ട് വയ്യായിട്ടും 2 മിനിറ്റ് വരെ ആള് പിടിച്ചു നിന്നു. ഗ്രേറ്റ്. മധു എന്ത് പറ്റി? കാല് തിരിഞ്ഞോ? അതെ, നീ ഇഞ്ചുറി ആയിട്ടാണ് മാധു വന്നത്. പക്ഷെ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനും 2.5 മിനിറ്റ് മാധു പ്ലാൻ ചെയ്തു. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് മാധുവാണ്. സാധാരണ ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് മാധുവാണ് ഏറ്റവും കൂടുതലായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് 2.5 മിനിറ്റ് ഈ ലെഗും വയ്യാതെ, അതായത് നീ ഇഞ്ചുറിയാണ്, ACLR കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും നേരം നിന്നത്. അതിൽ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ അവളെ ട്രെയിൻ ചെയ്യണേ. വെരി ഗുഡ്. മത്സരത്തില് ശക്തമായി പോരാടി ഇവിടെ വന്ന് തോറ്റെന്ന് പറഞ്ഞ നീ 2.5 മിനിറ്റ് നീ നിന്നു. ഞാനൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് 10 സെക്കൻഡ് ഒന്നാമത് ഞാൻ പിന്നെ വിട്ടു. കാരണം ഇത് തിരിഞ്ഞിട്ട് എനിക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ചുമ്മാ ചെയ്തെന്നുള്ളൂ. അതെ, പക്ഷെ അതാണ് ഒരു ഇത് സ്പോർട്സ്മാൻഷിപ്പ്. അത് പക്ഷെ എനിക്ക് ഗ്രിപ്പ് വേണം. ഞാൻ മനഃപൂർവ്വം മാറ്റ് എടുക്കാതിരുന്നത്. എനിക്ക് ഗ്രിപ്പ് ഉണ്ടായാലും നിക്കാൻ പറ്റും. എനിക്ക് തരും.
ഇതാണ് സെറ്റ്. നീ അവിടെ നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിലാണ് ആദ്യം അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. ഒരു തോൽവി ചെയ്യാൻ പിന്നെ അയ്യ എനിക്ക് അതല്ല പ്രശ്നം, എന്റെ കാല് ഇരിഞ്ഞപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് വേദന എടുത്തിട്ട് നീ ഇത്ര സെറ്റ് ആയിട്ട് തന്നെ നീ ചെയ്തല്ലോ. അത് കുടിച്ചോ, പ്രോട്ടീൻ കുടിച്ചോ? നീ ഇല്ല, എനിക്ക് ഇത്ര മതി. ഇത്ര കുടിച്ചോ. ഓക്കെ. സഞ്ജു എനിക്ക് വേണ്ടി പോയില്ലോ. എടി ഞാൻ പോയാലും 1 മിനിറ്റും 20 സെക്കൻഡുള്ളിൽ ഞാൻ വീഴും. കാര്യം എന്റെ മാക്സിമം 1.5 മിനിറ്റാ. ഇങ്ങോട്ടേക്ക് വന്നു, എനിക്ക് ഒട്ടും അവിടെ നിക്കാൻ പറ്റണ്ടായി. എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മാക്സിമം 1 മിനിറ്റും 30 സെക്കൻഡും എന്റെ മാക്സിമം. അപ്പം ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നണില്ല ലൈക്ക് എനിക്ക് കിട്ടുമെന്ന്. അപ്പൊ ബെറ്റർ ഞാൻ വിചാരിച്ചു ഇവളെ ശുശ്രൂഷിക്കാന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ ഇരിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? അതാകുമ്പോ തോക്കൂന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എന്താ തീരുമാനം ആളെ കിട്ടി. കാല് നല്ല പെയിനായിരുന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഡ്രസ്സൊക്കെ ഇനി ചെയ്യാൻ പറ്റും, പക്ഷെ എന്താ ഇതിന് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിനു വേണ്ടി ഇത്രയും പണിപെട്ട് കാലിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഇടയിൽ ഇതിനൊക്കെ വേണ്ടി കിടന്ന് ചാവാൻ പറ്റും. ഇതിലിപ്പോ നിനക്ക് കൂടി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മറ്റേ പ്രോട്ടീൻ ബാർ കിട്ടും, അല്ലെങ്കിൽ ഷേക്കർ കിട്ടും. അതെ. ഓ, ഷേക്കറായിരുന്നു അവിടെ ഗിഫ്റ്റ്. എന്റെ 2 ഷേക്കർ. സാരമില്ല, ഈ കാലം വെച്ച് ഇത്രയും നേരം നിക്കാൻ പറ്റുമെന്നില്ല. ഞാൻ വെച്ച സ്പോട്ടിൽ തീരുന്നു. അങ്ങനെയല്ല, സ്പോട്ടിൽ താഴെ വീഴും. അങ്ങനെ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ പഴയ പരിപാടിയിലേക്ക്. എനിക്കിന്ന് ലെഗും ഇവൾക്കിന്ന് എനിക്കൊന്ന് ലെഗ് തന്നെയാ. ലെഗ് സ്റ്റാർട്ടിങ് അത് കുഴപ്പമില്ല. പയ്യെ ലെഗ് ചെയ്തത് റീഹാബ് ചെയ്ത് വർക്ക് നടക്കുമെന്ന് അറിയില്ല. ഇവിടെ ഫുൾ ബഹളം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലേറ്റ് ആവുമോ തുടങ്ങാൻ തന്നെയെന്ന് അറിയാൻ പാടില്ല. നമുക്ക് തുടങ്ങാം. അപ്പൊ എന്തായാലും ഞാൻ ഓഫീസിൽ ഡയറക്റ്റ് വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ ഞാൻ പോയി ഡ്രസ്സ് മാറിട്ട് വരാം. എന്ത് പറ്റും അത് നമ്മള് വർക്ക്ഔട്ട് ചെയ്യാണ്ട് കിടക്കാൻ പോണേ. നമുക്ക് അച്ഛനും അമ്മയുടെ കാത്തലോൺ പോയേക്കാം. കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് 2 പേർക്കും വൗച്ചേഴ്സ് കിട്ടും, ഫ്രീ ബാഗ് കിട്ടും 2000 മുകളിൽ. അവർ ഏകദേശം 5 or 6 ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2 വൗച്ചർ ഉണ്ട്. എന്റെ ഒരെണ്ണം ഉള്ളൂ, അതേ അച്ഛന് കൊടുക്കും. ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ സെൽഫിഷ് അല്ല. ഞാൻ അച്ഛന് കൊടുക്കാൻ വേണ്ടി തന്നെ പറയണേ. ആ 2 വൗച്ചറിന് 2 ബാഗ് ഇട്ട് 2 ഊര് വേണം. അപ്പോഴും ഇപ്പം പറയണല്ല ഒരെണ്ണം നീ എടുത്തോന്ന് പറയൂല. ഞാൻ അപ്പോഴും എന്ത് ചെയ്ത് അച്ഛന് കൊടുക്കാം. കാരണം അച്ഛൻ ജിമ്മി വരും. അപ്പൊ അച്ഛന് ഫ്രീ ആയിട്ട് ഒരു ബാഗ് ഇട്ടേ പുള്ളിക്ക് തന്നെ നല്ലല്ലേ എന്ന് ഓർത്തിട്ട് ഞങ്ങളിപ്പോ ധൃതി പിടിച്ച് പോവാ. അപ്പൊ തന്നെ മണി 8:15. ഇനി ഈ 15-20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. എന്റെ വർക്കൗട്ട് പോലും തുടങ്ങിയിട്ടില്ല. ഞാനപ്പോ വിചാരിച്ചു സത്യം പറഞ്ഞ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ സർപ്രൈസ് ഇവിടെ പൊട്ടിക്കണം. ആ ഒരു വൗച്ചറിന്റെ ബാഗ് ഞാൻ മധുവിന് സ്പോൺസർ ചെയ്യുന്നു. ഇപ്പൊ എന്തോന്നു ഒന്നല്ല, അതിന് 6000 രൂപയ്ക്ക് പർച്ചേസ് ആയാലേ ആ വൗച്ചർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ ഞാൻ 4-5 എന്നൊക്കെ കേട്ടേക്കണേ. നമുക്ക് നോക്കാം. ബിക്കോസ് അച്ഛനും അമ്മയൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ എന്തൊക്കെയോ മേടിച്ചേക്കും. എനിക്കൊരു ബാഗ് മതി, ബാക്കി എങ്ങനെ ചെയ്തിട്ടോട്ടെ. എന്റെ വൗച്ചറിന്റെ ഞാൻ അച്ഛന് കൊടുക്കും. ആദ്യമേ ഞാൻ കുട്ടി കൊടുക്കും. അതിന്റെ 2 ബില്ലാണ് അടിക്കുന്നുണ്ടല്ലോ. ഞങ്ങള് പോട്ടേട്ടാ. ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ ഡീക്കാത്തലോണിൽ എത്തിയിട്ട് വരാട്ടാ. അപ്പൊ ഇന്നലെ ഡീക്കാത്തലോൺ, ഇന്നും ഡീക്കാത്തലോൺ. ഞങ്ങളിപ്പോ എല്ലാവരും വിചാരിക്കും ഡീക്കാത്തലോണിൽ ഞങ്ങൾ കിടപ്പും കൂടി സ്പോൺസർഷിപ്പ് ആണല്ലോ. പക്ഷെ അല്ല, ഡീക്കാത്തലോൺ അല്ല, ഞങ്ങൾ അങ്ങനെയാണ് പൈസ കൊടുത്തിട്ട് ഇത് ഡീക്കാത്തലോ ഇത് ഡീക്കാത്തലോൺ അല്ല പറഞ്ഞു കുറച്ച് കൊടുക്കും. ഡീക്കാത്തലോൺ എല്ലാം ഡീക്കാത്തലോ. അപ്പൊ ഞാൻ ഡീക്കാത്തലോണിലേക്ക് പോട്ടെ. അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മൾ അച്ഛനമ്മേനെ കണ്ടുപിടിക്കണം. അവരെവിടെ നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അങ്ങനെയല്ല, ഏത് ഏരിയയിൽ നിൽക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. കണ്ടുപിടിച്ച് ഹലോ അച്ഛനമ്മേനെ കണ്ടുപിടിച്ചത് ആരാ വന്നിരുന്നോ? ഓഫീസില് എക്സൈറ്റഡ് ആണോ മാധു ബാഗ് കിട്ടാൻ വേണ്ടി? ഏതാ ബാഗ് നമുക്ക് കിട്ടാൻ? അവിടെ ഇരിക്കുന്ന എന്ത് അമ്മേ പ്ലീസ് എനിക്ക് തരുമോ? അങ്ങനെ ഞങ്ങൾ ജിമ്മിൽ നിന്ന് കിട്ടിയ വൗച്ചർ എല്ലാം ക്ലെയിം ചെയ്തു. ഇതേ നമ്മുടെ ബാഗ് കാണിച്ചോളൂ. അവിടെ വെച്ചിട്ട് ബാഗ് കാണിച്ചോളൂ. 3 ബാഗ് കിട്ടി അല്ലേ മാധു? എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല, വിശക്കുന്നു. എന്താ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നേ? അത് സർപ്രൈസ് അല്ല, നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് എടുക്കാല്ലേ. നമ്മളിപ്പോ എവിടെ വന്നു? നമ്മൾ ആര്യാസില് അമ്മയ്ക്ക് വേണ്ട മസാല ദോശ മേടിച്ചു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവാ. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടേക്കാ നമ്മൾ പോകുന്നത്? പോകുമ്പോ കാണാം. എന്നാലും പറയ്. സർപ്രൈസ് ആണ്. അത് മധുവിന്റെ വകയാണോ ട്രീറ്റ്? അതെ, എന്നെ ജനിപ്പിച്ച് തന്ന എന്റെ അച്ഛന്റെ വക ട്രീറ്റ്. അച്ഛന്റെ സീക്വലിന്റെ അച്ഛന്റെ കാർഡ് ഇസ് മൈ കാർഡ്.
മൈ കാർഡ് ഈസ് സച്ചിൻ കാർഡ്. So your card is my card. അതെ. അവ അങ്ങനെ അതെ എന്റെ വകയായിട്ട്. ഓ ഗുഡ്. അപ്പൊ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ആ സർപ്രൈസ് ഉള്ള കടയിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഏത് കടയാണ് മധു? നമ്മൾ ചിക്കിങ്ങിൽ എത്തിയേക്കാണ്. നമ്മൾ ചിക്കിങ് എന്താ വാങ്ങാൻ പോണേ? മസാല ദോശ നെയ്റോസ്റ്റും. എന്താണ് അറിയാലോ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ചിക്കിങ്ങിൽ മസാല ദോശ നെയ്റോസ്റ്റ്. സ്പെഷ്യൽ മസാല ദോശ നെയ്റോസ്റ്റ്. ശരി. അപ്പൊ എനിക്ക് അവിടുന്ന് നല്ല തിരക്ക് വരുന്നുണ്ട്. ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്ക് മുമ്പ് എനിക്ക് വീട്ടിലെത്താം. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ എത്രയോ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് ഇതേ ഒരു നല്ല വലിയ കോക്കും നമ്മുടെ ഫുഡും കിട്ടിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല പോലെ ഫുഡ് കഴിച്ചായിരുന്നു. വയറൊക്കെ നിറഞ്ഞ് പിന്നെ നല്ല ക്ഷീണമുണ്ട്. കാര്യം ഞാൻ ദേ ഓഫീസൊക്കെ കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക് വന്ന് അപ്പോൾ ജിമ്മിൽ മാധുവിൻ്റെ പ്രകടനം ഒക്കെ ഉണ്ടായിരുന്നു. അല്ലേ മധു? അതെ. അങ്ങനെ ഞങ്ങൾക്ക് 3 കൂപ്പൺ കിട്ടി. കൂപ്പൺ വെച്ചിട്ട് ഡീക്കാത്തലോണിൽ പോയി. ഞങ്ങൾക്ക് 3 ബാഗ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് മേടിക്കാൻ പോയി. ഫുഡൊക്കെ മേടിച്ച് തിരിച്ചു വന്ന് അത്യാവശ്യം നല്ല ഡീൽ ആയിരുന്നു. എല്ലാവരും എല്ലാവരും നല്ല ഇറങ്ങിയിട്ടുണ്ട് രാത്രി. നല്ല തിരക്കുണ്ടായിരുന്നു കടയിലൊക്കെ. അങ്ങനെ നമ്മൾ വന്നു. ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഏറെക്കുറെ 11 മണിയായി അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. Hope you guys enjoyed. Like, share, subscribe. അപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ബൈ.